ഒന്ന് ഗ്യാൻവാപി, അത് കാശിയിലാണുള്ളത്. 2 മഥുര. 3 സ്ഥലങ്ങൾ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം. ഒരു മുസ്ലിമിന് മക്കയും മദീനയും എത്ര പ്രാധാന്യമുള്ളതാണോ അത്ര പ്രാധാന്യമുള്ളതാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഹിന്ദുവിന്. ഈ വൃന്ദാവനിലെ പ്രശ്നം എന്താണ്? ഔറംഗസേബ് അവിടെയുള്ള ആദ്യത്തെ ക്ഷേത്രം പൊളിച്ചിട്ട് പള്ളിയായിട്ട് ഉണ്ടാക്കിയത്. ദ്വാരകയിൽ അണ്ടർ വാട്ടർ നമ്മുടെ തകർന്നു പോയ സംസ്കാരങ്ങൾ, അതും വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്ന സംസ്കാരങ്ങൾ. ഈ 35 വർഷമായിട്ട് താങ്കൾ കേരളത്തിന് വെളിയിലായി. അതെ അതെ അതെ. ആ 35 വർഷം കേരളത്തിലായിരുന്നെങ്കിൽ കേരളത്തിന്റെ ആർക്കിയോളജിക്കൽ മാപ്പ് എൻഷേർലി ഡിഫറെന്റ് ആകുമായിരുന്നു എന്നാണ്. വളരെയധികം മാർക്ക് ഉണ്ടായിട്ടും എന്നേക്കാൾ മാർക്ക് കുറഞ്ഞ ഒരാൾക്ക് അദ്ദേഹം എനിക്ക് കിട്ടേണ്ടിയിരുന്ന സ്കോളർഷിപ്പ് കൊടുക്കുകയും എനിക്ക് കിട്ടേണ്ടിയിരുന്ന റിസർച്ച് അഡ്മിഷൻ കൊടുക്കുകയും ചെയ്തപ്പോൾ. അല്ല, നമ്മുടെ സംസ്ഥാനത്ത് ആർക്കിയോളജിയിൽ ഡിഗ്രി ഇല്ലാത്തവരാണ് ആർക്കിയോളജി ഡയറക്ടർ. അതാണ് ഏറ്റവും വലിയ ട്രാജഡി. അതാണ് എക്സ്കവേഷൻ നടക്കാത്തതുകൊണ്ട് കേരളത്തിന്റെ പല കാര്യങ്ങളും നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. അതെ അതെ അതെ. പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് പത്മശ്രീ കെ മുഹമ്മദാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അദ്ദേഹത്തെ ജനം ടി വിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ, താങ്ക് യു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, 1784 ജനുവരി 15-നാണ് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി കൽക്കട്ടയിൽ സ്ഥാപിച്ചത്. അത് മുതലാണ് നമ്മുടെ ഒരു പുരാവസ്തു ഗവേഷണവും ചരിത്ര ഗവേഷണവും ഒക്കെ സജീവമായി തുടങ്ങിയത് എന്നാണ് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഏറെക്കുറെ അത് വളരെ ശരിയാണ്. കാരണം അതിനു മുമ്പ് നമുക്ക് ധാരാളം കാര്യങ്ങൾ, വസ്തുതകൾ അറിയാമായിരുന്നെങ്കിലും സിൻക്രോണോളജി അത് നമുക്ക് പിടുത്തമില്ലായിരുന്നു. കാരണം ഭാരതത്തിൻ്റെ ചരിത്രം എവിടെ നിന്ന് അത് വെസ്റ്റേൺ ചരിത്രവുമായിട്ട് എങ്ങനെ യോജിപ്പിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യമായിട്ടുള്ള ഒരു പഠന ശ്രമം നടന്നത് ആ കാലഘട്ടത്തിൽ മുതൽ ആണ്. അപ്പോൾ അതും അതേപോലെ തന്നെ നമ്മുടെ സംസ്കാരവും ഭാര്യ സംസ്കാരവും അതേപോലുള്ള മറ്റു ലോകത്തിലെ സംസ്കാരങ്ങളുമായിട്ടുള്ള എങ്ങനെ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള ആ ഫൈലോളജിക്കൽ സ്റ്റഡീസും വന്നിരുന്നത് ആ കാലഘട്ടത്തിലായിരുന്നു. പക്ഷെ അന്നുള്ള ചില ധാരണകളും പിന്നീട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അന്ന് സർ വില്യം ജോൺസ് ആണ് ഇതിന് സ്ഥാപനം നടത്തുന്നത്. അതിനുശേഷം ആണ് മുന്നോട്ട് വന്നതിന് ശേഷം ജെയിംസ് പ്രിൻസപ്പ് അദ്ദേഹമാണ് ആദ്യമായിട്ട് നമ്മുടെ പഴയ ലിപികൾ അത് എങ്ങനെ വായിക്കണം എന്നുള്ളതിനെ കുറിച്ച് ആദ്യമായിട്ട് അദ്ദേഹമാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ബ്രഹ്മി സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആ ബ്രഹ്മി സ്ക്രിപ്റ്റ് പഴയ കാലത്ത് നമുക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് ഈ ജെയിംസ് പ്രിൻസപ്പിനാണ്. ആ പ്രിൻസപ്പിന് വേണ്ട എല്ലാ സഹായങ്ങളും കൊടുത്തിരുന്നതും അത് ഈ ഏഷ്യാറ്റിക് സൊസൈറ്റി ആയിരുന്നു. അങ്ങനെ ഒരു വലിയ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് അതുവരെ നമുക്ക് അറിയില്ലായിരുന്നു ബുദ്ധൻ ഇന്ത്യക്കാരനാണ് എന്നുള്ളത്. പലരും മനസ്സിലാക്കിയിരുന്നത് പല സ്കൾപ്ചേഴ്സും അത് ജപ്പാനിൽ നിന്നാണെന്നായിരുന്നു, ചിലർ ആഫ്രിക്കൻ. കാരണം ഈ സ്കൾപ്ചേഴ്സിൻ്റെ മുടികൾ മുഴുവനും കേളി ഹെയർ ആയിരുന്നു. ആ സ്കൾപ്ചേഴ്സിൻ്റെ കേളി ഹെയർ ആയതുകൊണ്ട് ഇദ്ദേഹം ആഫ്രിക്കക്കാരനാണെന്നൊരു വാദമുണ്ടായിരുന്നു, ജപ്പാൻകാരനാണെന്ന് മറ്റൊരു വാദമുണ്ടായിരുന്നു, അല്ല ഇദ്ദേഹം എത്യോപ്യൻ ആണ് എന്നുള്ള മറ്റൊരു വാദമുണ്ടായിരുന്നു. ഈവൻ ജെയിംസ് പ്രിൻസപ്പ് ഇദ്ദേഹം വരെ സർ വില്യം ജോൺസ് വരെ അങ്ങനെയായിരുന്നു ആദ്യം ധരിച്ചിരുന്നത്. അതേപോലെ അശോകനെ കുറിച്ചുള്ള നമ്മുടെ ധാരണ, അശോകന്റെ പേര് എവിടെയും ഉണ്ടായിരുന്നില്ല. അശോകന്റെ പേര് ദേവനാംപിയ പ്രിയദർശിനി എന്നായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു രാജാവ് നമ്മുടെ പുരാണത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് പിന്നീട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞതാണ്. അങ്ങനെയുള്ള ഒരാൾ ശ്രീലങ്കയിലുണ്ടായിരുന്നു. അപ്പൊ ശ്രീലങ്കയിലെ രാജാവാണ് ഇന്ത്യയിലെ ഈ തരത്തിലുള്ള നമ്മുടെ എല്ലാ തരത്തിലുള്ള സ്തംഭങ്ങളും ഉണ്ടാക്കിയതെന്നായിരുന്നു ആദ്യ ധാരണ. പക്ഷെ അതിന് മാത്രം പ്രാപ്തിയുള്ള ഒരു ശ്രീലങ്കൻ രാജാവ് എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചപ്പോഴാണ് അത് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അല്ല, അത് ഇന്ത്യയിലെ തന്നെ അശോകനാണ് എന്നുള്ളത്. ഇങ്ങനെ നമ്മുടെ കുറേ ധാരണകളെ മാറ്റിമറിക്കാൻ കഴിഞ്ഞത് ഇദ്ദേഹത്തെ പോലുള്ള വലിയ ആളുകൾക്കുള്ള വലിയ സംഭാവനകളായിരുന്നു. ഈ പുരാവസ്തു ഗവേഷണത്തിലെ വൈസ്രോയി ആയിരുന്ന ജോർജ് നഥാനിയൽ കട്സൺ ഒരു ആക്ടൊക്കെ പാസ്സാക്കിയല്ലോ. പിന്നെ അതുകൊണ്ടാണ് ഇന്ത്യ സംസ്കാരം കണ്ടെത്താൻ സാധിച്ചതെന്ന്
ജോൺ മാർഷലിനെ പോലെയുള്ള അതെ 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 പറഞ്ഞിരുന്നു. അതെ 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 എന്ത് പറയുന്നു? അതും വളരെ ശരിയാണ്. കാരണം നമുക്ക് ഏതാണ്ട് 1840 ഹരപ്പ എന്നുള്ള സ്ഥലം കണ്ടുപിടിച്ചിരുന്നു. പക്ഷെ ആ ഹരപ്പയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ അന്ന് മനസ്സിലാക്കിയിരുന്നില്ല. പിന്നെ സമയമെടുത്തു. പിന്നീട് സമയമെടുത്തു. അത് പിന്നീട് അതിന് ശേഷം അതേ സ്ഥലത്ത് തന്നെ അലക്സാണ്ടർ കണ്ണിങ്ങം പോയി. കണ്ണിങ്ങം പോയ സ്ഥലത്തിൽ കണ്ണിങ്ങത്തിന് കുറച്ച് സീലുകൾ കിട്ടി. ആ സീലുകളുടെ പ്രാധാന്യം അദ്ദേഹത്തിന് അന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് ബ്രഹ്മി അറിയാമായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന് അത് അന്ന് കഴിഞ്ഞില്ല. അതിനുശേഷം ജോൺ മാർഷൽ വന്നതിന് ശേഷം അതേപോലുള്ളത് 400 കിലോമീറ്റർ ദൂരത്ത് മോഹൻജദാരോ എന്ന് പറയുന്ന മറ്റൊരു സംസ്കാരവും കിട്ടി. അപ്പൊ ഇത് രണ്ടിനെയും താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ 400 കിലോമീറ്റർ ദൂരത്തുള്ള രണ്ട് സ്ഥലങ്ങളിൽ, അന്ന് 300 മൈൽ എന്നാണ് പറയുന്നത്, ഇതുള്ള ഒരേ തരത്തിലുള്ള സംസ്കാരം, ഒരേ തരത്തിലുള്ള ബ്രിക്സ്, ഒരേ തരത്തിലുള്ള പോട്ടറി, ഒരേ തരത്തിലുള്ള ഡ്രെയിനേജ്, ഒരേ തരത്തിലുള്ള മറ്റ് ആൻറ്റിക്വിറ്റീസ്, ഇത് കിട്ടുമ്പോഴാണ് ആദ്യമായിട്ട് ഇത് രണ്ടിനും വല്ല സാദൃശ്യമുണ്ടോ എന്നുള്ള ചിന്ത നമ്മുടെ ചരിത്രകാരന്മാരെ അലട്ടാൻ പോകുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം അന്നത്തെ ഇല്ലസ്ട്രേറ്റഡ് ലണ്ടൻ എന്ന് പറയുന്ന അന്നത്തെ ജേണൽ ഉണ്ട്, അതാണ് അന്ന് ആർക്കിയോളജിസ്റ്റ് മുഴുവനും വായിക്കുന്നത്. ഈ മാർഷലിന്റെ ഡിസ്കവറീസ് ഒക്കെ പിന്നീട് ഫർദർ വീലറല്ലേ മുന്നോട്ട് കൊണ്ടു? അതെ 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 വീലർ. അതെ 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 അതെ. പിന്നെ ഈ ഇദ്ദേഹത്തിന്റെ ജോൺ മാർഷൽ അദ്ദേഹം 1910 മുതൽ അദ്ദേഹം വർക്ക് ചെയ്യാൻ തുടങ്ങി. 23 വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് വീലർ ഏതാണ്ട് നമ്മുടെ പിന്നെ 1946-47 കാലഘട്ടങ്ങളിലാണ് വരുന്നത്. അദ്ദേഹമാണ് പിന്നീട് ഈ കാര്യങ്ങൾ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോയത്. ഈ കളിബാങ്കൻ, ആലങ്കീർപൂർ, വിംബഡ്ക, ഇതൊക്കെ കഴിഞ്ഞ് സരസ്വതി വരെ ഉള്ളത് ആ കാലഘട്ടത്തിന്റെ ഡെവലപ്മെന്റ്. ഈ സരസ്വതി നദിയുടെ ഫർദർ ഡെവലപ്മെന്റ് വല്ലതും? അതെ, അത് ഈ സരസ്വതിയുടേത് ഉണ്ടായിരുന്നു. പണ്ട് നമുക്ക് നമ്മുടെ വേദങ്ങളിൽ തന്നെ സരസ്വതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. ഋഗ്വേദത്തിൽ ഇമം മേ ഗംഗേ, ഒരു നദീ സൂക്ത എന്ന് പറയുന്ന സൂക്തമുണ്ട്. ഇമം മേ ഗംഗേ യമുനേ സരസ്വതി ശുതുദ്രി സോമം സജത പരുഷ്ണയ അസിജ്ഞേ മരുവ്രതേ വിതസ്തയ എന്നാണ് അതിൽ പറയുന്നത്. അപ്പൊ ഇത് വരുന്നത് ഗംഗ, യമുന, സരസ്വതി, ദൃഷദ്വതി, ഇതിൻ്റെ ഇടയിലായിട്ടാണ് വരുന്നത്. ശുതുദ്രി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ പിന്നെ പഞ്ചാബിലൂടെ ഒഴുകുന്ന നദിയാണ്. ഇതിൻ്റെ ഇടയിലാണ് ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വരുന്നത്. പക്ഷെ പിന്നീട് നമുക്ക് ഇത് ലുപ്തമായി പോയി. ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം സാറ്റലൈറ്റ് ഡിസ്കവറീസ് കൊണ്ടുണ്ട്? സാറ്റലൈറ്റ് ഡിസ്കവറീസിൽ വെച്ചാണ് നമ്മൾ പാലിയോ ചാനൽസ്, അതിൻ്റെ പാലിയോ ചാനൽ സാറ്റലൈറ്റ് ഡിസ്കവറീസിലും റിമോട്ട് സെൻസിങ്ങിലും അതേപോലെ GIS പഠനങ്ങളും നടത്തിയപ്പോഴാണ് ഈ നദി ഉണങ്ങിപ്പോയിരുന്നു. അതിൻ്റെ തീരങ്ങളിലായിരുന്നു വലിയ സംസ്കാരങ്ങൾ മുഴുവനും തന്നെ വളർന്നു വന്നിരുന്നത് എന്നുള്ളത് പിന്നീട് മനസ്സിലാക്കുന്നത് ഈ പാലിയോ ചാനൽ സ്റ്റഡീസ് റിമോട്ട് സെൻസിങ്ങിലൂടെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു പുതിയ നാമകരണം അതിന് ചെയ്യണം എന്നുള്ള ചരിത്രകാരന്മാരുടെ വാദം. ഇതേ ടെക്നോളജിയാണോ ദ്വാരകയിലും? അല്ല, ദ്വാരകയിൽ അണ്ടർ വാട്ടർ ആർക്കിയോളജി, അത് പ്രൊഫസർ SR റാവു ആണ്. കാരണം അദ്ദേഹം അക്കാലത്ത് ആരും അണ്ടർ വാട്ടർ ആർക്കിയോളജിയെ കുറിച്ച് ഇന്ത്യയിൽ സംസാരിക്കാത്തൊരു കാലഘട്ടത്തിൽ അദ്ദേഹം എൻ്റെ അധ്യാപകനായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അണ്ടർ വാട്ടർ ട്രെയിനിങ് നടത്തിയതും. അപ്പം അദ്ദേഹമാണ് ഈ കാര്യങ്ങൾ മുഴുവൻ, നമ്മുടെ തകർന്നു പോയ സംസ്കാരങ്ങൾ, അതും വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്ന സംസ്കാരങ്ങൾ എങ്ങനെ ദ്വാരക പോലുള്ള സ്ഥലങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചും, അതേപോലെ അദ്ദേഹം കുറേ ആളുകളെ ട്രെയിൻ ചെയ്തു. അത് ഗോവയിലുണ്ട്, NIO, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രാഫി ഉണ്ട്. അവർക്ക് ഇതിൽ മുങ്ങൽ വിദഗ്ധന്മാരുണ്ട്. ആ മുങ്ങൽ വിദഗ്ധന്മാരെ കൂട്ടി, ആർക്കിയോളജിസ്റ്റിനെ കൂട്ടി, ഈ തകർന്നു കിടക്കുന്ന ഭൂമിക്കടിയിലുള്ള, കടലിനടിയിലുള്ള സംസ്കാരങ്ങൾ എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ആദ്യമായി ചിന്തിക്കുന്നതും അത് പ്രാവർത്തികമാക്കുന്നതും പ്രൊഫസർ SR റാവു ആണ്. അദ്ദേഹം ഒരു വലിയ, അതേപോലുള്ള ഒരു വലിയ ചരിത്രകാരനായിരുന്നു, വലിയ ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു. ഈ റാവുവിന്റെ കാര്യം പറഞ്ഞല്ലോ, അതേപോലെ BB ലാലിന്റെ പ്രസ്താവന വന്നതിന് ശേഷമാണ് ഡോക്ടർ KK മുഹമ്മദ് കേരളത്തിലെ വെൽ നോൺ ആയത്. അതിനു മുമ്പ് താങ്കൾ കേരളത്തിന് വെളിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. ശരിയാണ്. അപ്പൊ അതെങ്ങനെയാണ് താങ്കൾ ആർക്കിയോളജിയിൽ വന്നു ചേർന്നത്? ഞാൻ ആർക്കിയോളജിയിൽ വരാനുള്ള കാരണം വളരെ ആകസ്മികമാണ്. ഞാൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലായിരുന്നു പഠിച്ചിരുന്നത്.
അപ്പം ഡിഗ്രി ഹിസ്റ്ററിയും MA പിന്നെ എൻ്റെ എല്ലാ പഠനവും ഞാൻ 10ാം ക്ലാസ് വരെ കേരളത്തിൽ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം മുഴുവൻ അലീഗറിലാണ് പഠിച്ചത്. അപ്പം അന്ന് പിന്നെ ഒരു പ്രധാനപ്പെട്ട ചരിത്രകാരനുണ്ടായിരുന്നു, പ്രൊഫസർ ഇർഫാൻ ഹബീബ് എന്ന് പറയുന്ന ആള്. അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ നേതാവാണ്. അത് അവർ ചിന്തിക്കുന്ന രൂപത്തിൽ മാത്രമേ മറ്റുള്ളവർ ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന, അതല്ലെങ്കിൽ അവരെ തകർക്കുന്ന നിലപാടുള്ള ആളാണ് ഇർഫാൻ ഹബീബ്. അത് അന്നത്തെ നമ്മുടെ പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ ശരിയായ ചിത്രം വരച്ച് കാണിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അദ്ദേഹം ഒരു ഇന്റലക്ച്വൽ ആയിട്ടാണ് പൊതുവെ കേരളത്തിൽ ജനങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കുക. പക്ഷെ അങ്ങനെയല്ല. അപ്പം വളരെയധികം മാർക്ക് ഉണ്ടായിട്ടും എന്നേക്കാൾ മാർക്ക് കുറഞ്ഞ ഒരാൾക്ക് അദ്ദേഹം എനിക്ക് കിട്ടേണ്ടിയിരുന്ന സ്കോളർഷിപ്പ് കൊടുക്കുകയും എനിക്ക് കിട്ടേണ്ടിയിരുന്ന റിസർച്ച് അഡ്മിഷൻ കൊടുക്കുകയും ചെയ്തപ്പോൾ ഇനി അദ്ദേഹവുമായിട്ട് പിന്നെ മത്സരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ വിഷയം ആർക്കിയോളജി ആയിരുന്നു. അങ്ങനെ ഞാൻ ഡൽഹിയിൽ പോയിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ അന്ന് സ്കൂൾ ഓഫ് ആർക്കിയോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അന്ന് ആ കോഴ്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ രംഗത്തേക്ക്, ആർക്കിയോളജി രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അവിടെ പഠനത്തിന് ചേർന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് വളരെ നന്നായി, ഉർവശി ശാപം ഉപകാരമായി. കാരണം അതല്ലെങ്കിൽ ഞാനൊരു ചെറിയൊരു ഹിസ്റ്റോറിയനായിട്ട് മാറുമായിരുന്നു. പക്ഷേ ഇതിലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റഡീസും, ഇപ്പം ഞാൻ ബൃഹദീശ്വര ക്ഷേത്രത്തെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ അത് ബൃഹദീശ്വര ക്ഷേത്രാങ്കണത്തിൽ ചെന്നുകൊണ്ടായിരിക്കും പഠിക്കുന്നത്. കുത്തബ് മിനാറിനെ കുറിച്ചാണെങ്കിൽ കുത്തബ് മിനാറിൻ്റെ ഉള്ളിൽ പോയിട്ടായിരിക്കും പഠിക്കുന്നത്. അങ്ങനെയുള്ളൊരു നല്ല കോഴ്സാണ്, ഒരു ക്യാപ്സ്യൂൾഡ് കോഴ്സായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാനത് എൻജോയ് ചെയ്യുകയും ചെയ്തു. പിന്നീടുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനും ആ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അലിഗാർ കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടാണ് പോസ്റ്റിംഗ് ആയിരുന്നത്? എനിക്ക് പിന്നീട് ജോലി കിട്ടിയത് അപ്പോഴേക്കും അദ്ദേഹം ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതിൽ അദ്ദേഹം മാറുകയുണ്ടായി, ഇർഫാൻ നബി മാറുകയുണ്ടായി. അതുകൊണ്ട് എനിക്ക് അലിഗറിൽ തന്നെ ജോലി കിട്ടി. അതിൽ ഒരു 2 പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ എനിക്ക് നടത്താൻ കഴിഞ്ഞു. ഒന്ന്, അക്ബർ എല്ലാ മതങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ദീനേ ഇലാഹി എന്ന് പറയുന്ന ഒരു മതം ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അത് അന്ന് വരെ ചരിത്രകാരന്മാർ അവിടെയുള്ള സ്റ്റാൻഡിങ് മോണ്യുമെന്റ്സിൽ പലതിനെയുമായിരുന്നു പറഞ്ഞു. ഒന്നിന് മാത്രമല്ല, ഇവിടെയായിരുന്നു ഇബാദത്ത് ഖാൻ, ഇവിടെയായിരുന്നു ഇബാദത്ത് ഖാൻ, ഇവിടെയായിരുന്നു ഇബാദത്ത് ഖാൻ. അതല്ല, അത് ഇബാദത്ത് ഖാന തകർന്നു പോയിട്ടുണ്ട്, ഇത് മണ്ണിൻ അടിയിലാണ് എന്നുള്ളത് എൻ്റെ മുമ്പും 1-2 ചരിത്രകാരന്മാർ പറഞ്ഞിരുന്നു. പക്ഷെ അവരുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടായിരുന്നില്ല, കാരണം അവർക്ക് എക്സ്കവേഷൻ അറിയില്ലായിരുന്നു. ഞാനത് പോയിട്ട് ഒന്ന് എക്സ്കവേറ്റ് ചെയ്തെടുത്തു. എക്സ്കവേറ്റ് ചെയ്തതിന് ശേഷം ആ ചിത്രം, അത് പിന്നെ അക്ബർ ജീവിച്ചിരുന്ന കാലത്ത് ഈ ഇബാദത്ത് ഖാനിലെ ഡിസ്കഷനിൽ പങ്കെടുക്കാൻ വേണ്ടി 2 പ്രധാനപ്പെട്ട അച്ഛന്മാർ, ക്രിസ്ത്യൻ ഫാദർ റുഡോൾഫ് അക്കോവ, ഫാദർ മോൺസററ്റ്, ഇവർ 2 പേരും, ഒരാൾ ഇറ്റലിക്കാരനായിരുന്നു, മറ്റൊരാൾ മോൺസററ്റ് സ്പാനിഷ് ആയിരുന്നു. അവർ 2 വന്നിരുന്നു. അവർക്ക് വേണ്ടി അന്ന് കാലത്തുള്ള ഒരു പെയിന്റിങ് അക്ബർ ഉണ്ടാക്കിയിരുന്നു. അതിൽ ഇബാദത്ത് ഖാന പെയിന്റിങ്ങിൽ തന്നെ ഈ അക്ബർനാമ പെയിന്റിങ്ങിൽ ഇബാദത്ത് ഖാന പെയിന്റിങ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു സ്ട്രക്ചറാണ് എനിക്ക് ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കാൻ കഴിഞ്ഞത്. അതോടുകൂടി ഇതാണ് ശരിയായ ഇബാദത്ത് ഖാന എന്ന് വരികയും അത് ടൈംസ് ഓഫ് ഇന്ത്യ അക്കാലത്ത് വളരെയധികം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പോപ്പുലർ ആയത്. പക്ഷെ ഇർഫാൻ ഹബീബ് ഇത് ഇബാദത്ത് ഖാന അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി വളരെയധികം ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. നമ്മളന്ന് ചേർത്തലയിൽ കടക്കരപ്പള്ളി പോയല്ലോ. അതെ. ഈ കടക്കരപ്പള്ളി ഫർദർ എക്സ്കവേഷൻ നടത്തണം, ഈ ബോട്ടിന്റെ ഒറിജിനും എന്നൊക്കെ പറഞ്ഞ് ASIക്ക് എഴുതി. പക്ഷെ ASIക്ക് എഴുതിയിട്ട് മറുപടിയും അതിന്റെ ഒരു ഫോളോ അപ്പ് ആക്ഷൻ വരുന്നില്ല. അതാണ് തകരാറുകൾ. ഇപ്പം നമുക്ക് ചില കാര്യങ്ങളിൽ കുറേ ചെയ്യാൻ കഴിയും. ഇപ്പം ഞാൻ ബട്ടേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ തകർന്നു കിടക്കുന്ന 200 ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങൾ രണ്ടാമത് പുനരുദ്ധരിക്കാൻ കഴിയും. അത് നാളെ ഞാനൊരു പ്രസന്റേഷൻ നടത്തുന്നുണ്ട് ഇത്. അപ്പം ഇതൊക്കെ ഗവൺമെൻറ് വിചാരിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അധികമൊന്നും പണം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. വളരെ മിനിമം പണം ചെലവഴിച്ചാൽ ഇതൊക്കെ വളരെ നല്ല ഇതാക്കി ഒന്ന് എക്സ്കവേഷൻ ചെയ്യാൻ കഴിയും, എക്സ്പ്ലോറേഷൻ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ അത് മാർക്കറ്റ് ചെയ്ത് നമുക്ക് വിദേശ പണം സംഘടിപ്പിക്കാൻ കഴിയുകയും ചെയ്യും. ഈ നമ്മുടെ ശ്രീധരമേനോൻ പ്രീഹിസ്റ്ററി എഴുതിയപ്പോഴേ എന്നോട് പറഞ്ഞു, HD ശങ്കാലിയ വന്ന് പറഞ്ഞു, ഇവിടെ എക്സ്കവേഷൻ ഒന്നും നടത്താത്തതുകൊണ്ടാണ്
ഇവിടെ ഒന്നും കണ്ടെത്താത്തത്. അതെ 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 അതെ. അപ്പൊ വീട്ടിൽ നിന്ന് ഉടൻ കൊടുങ്ങല്ലൂര് എക്സ്കവേഷൻ നടത്തണമെന്ന് റെക്കമെൻഡ് ചെയ്തു. അതെ. പക്ഷെ ഒന്നും നടന്നില്ല. അതെ ഇപ്പൊ പട്ടണത്തിന്റെ അവസ്ഥ ഇതുപോലെയാ. അതെ 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 അതെ. പട്ടണം ആണ് ശരിക്കും തലസ്ഥാനം എന്നും പറഞ്ഞാണ് ഒരു വിഭാഗം. അതെ അതെ അതെ. പക്ഷെ അതിന് കോൺക്രീറ്റ് തെളിവ് ഇനിയും കിട്ടേണ്ടിയിരിക്കുന്നു. ഇപ്പൊ എത്രയോ കോടി ചെലവാക്കിയെങ്കിലും ഇപ്പോഴും പട്ടണം അല്ല എന്നുള്ള അഭിപ്രായമാണ് സ്ട്രോങ് ആയിട്ട്. അത് ശരി അതെ അതെ. കേരളത്തില് VR പരമേശ്വരൻ പിള്ള സാറും വാസവ പൊതുവാളും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ MGS മാത്രമേ ഈ രംഗത്ത് വന്നുള്ളൂ. ഇപ്പൊ താങ്കളാണ് ഇതിന്റെയൊക്കെ ഒരു ലാസ്റ്റ് വേർഡായിട്ട് ഞങ്ങൾ കാണുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം എങ്കിലേ കേരളത്തിന്റെ പ്രീ ഹിസ്റ്ററി, പ്രീ ആർക്കിയോളജി ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ വൃന്ദാവനിലെ പ്രശ്നം എന്താണ്? നമ്മുടെ ഇതിന്റെ മധുര ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമാണ്. ഞാനൊരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ, കാരണം അലിഗറും അവിടുന്ന് 35 കിലോമീറ്റർ ദൂരമേ ഞാൻ അവിടെ പോകാറുണ്ടായിരുന്നു. കൃഷ്ണന്റെ ഗോകുലം, അദ്ദേഹം കളിച്ചു വളർന്ന അമ്പാടി, ഈ സ്ഥലങ്ങൾ മുഴുവൻ അവിടെയാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ കിടക്കുന്ന അവിടെ ആയിരുന്നു പിന്നീട് ഔറംഗസേബ് അവിടെയുള്ള ആദ്യത്തെ ക്ഷേത്രം പൊളിച്ചിട്ട് പള്ളിയായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും പറയാറുണ്ട്, 3 സ്ഥലങ്ങൾ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം. കാരണം ഈ സ്ഥലങ്ങൾ മുഴുവനും ഒരു മുസ്ലിമിന് മക്കയും മദീനയും എത്ര പ്രാധാന്യമുള്ളതാണോ അത്ര പ്രാധാന്യമുള്ളതാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഹിന്ദുവിന്. അതുകൊണ്ട് 1 ഗ്യാൻവാപി, അത് കാശിയിലാണുള്ളത്. 2 മഥുര. ഈ സ്ഥലങ്ങൾ കൂടി മുസ്ലിങ്ങൾ സ്വയമേവ വിട്ടുകൊടുക്കണം. അതോടെ ഹിന്ദുസിൻ്റെ അടുത്തുള്ള അവർക്ക് അവരുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ, ഇതിൽ കൂടുതൽ സ്ഥലങ്ങൾക്ക് വേണ്ടി ക്ലെയിം ചെയ്യാൻ പാടില്ല. ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം, കാരണം ഞാൻ ഇതുമായിട്ട് വളരെ അടുത്തുള്ളത് കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം കൂടി ഈ ഡിമാൻഡ്സുകളെല്ലാം വന്നു കഴിഞ്ഞാൽ അതൊരു സിവിൽ വാറിലായിരിക്കും അവസാനിക്കാൻ പോകും. പക്ഷെ അതേപോലെ സംഭവിക്കാൻ പാടില്ല. പക്ഷെ അതേ അവസരത്തിൽ മുസ്ലിങ്ങൾക്ക് ഈ 2 സ്ഥലങ്ങൾ കൂടി, ഒന്ന് കൃഷ്ണന്റെ ജന്മസ്ഥാനമാണ്, മറ്റൊന്ന് ശിവയുമായിട്ടും ബന്ധപ്പെട്ടതാണ്. ഈ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാണ്. രാമസേതുവും കാശിയൊക്കെ ഇതുപോലെ തന്നെയല്ലേ? കാശിയിലാണ് ഗ്യാൻവാപി എന്ന് പറയുന്നത്. അതേപോലെ രാം സേതു എന്ന് പറയുന്നത്, ഞാനൊരു ആർക്കിയോളജിസ്റ്റ് ആയതുകൊണ്ട് ഞാനതൊരു ജിയോളജിക്കൽ ഫോർമേഷൻ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഹ്യൂമൻ ആക്റ്റായിട്ട് മനസ്സിലാക്കുന്നില്ല, അതൊരു ജിയോളജിക്കൽ ഫോർമേഷൻ ആയിരിക്കും. പക്ഷെ അതിനൊരു മിത്തോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് നമ്മൾ മാനിക്കേണ്ടതാണ്. അപ്പോൾ അതൊരു മൈത്തോളജിക്കലിൻ്റെ പാർട്ടായതുകൊണ്ടും ഒരു നാച്ചുറൽ ക്ലിഫ് ആയതുകൊണ്ടും അത് അതേപോലെ തന്നെ സൂക്ഷിക്കണം എന്നുള്ള അഭിപ്രായമാണുള്ളത്. ഈ മറയൂരുള്ളതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? നമുക്ക് കൂടുതൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്, ഒന്ന് നമുക്ക് ഇവിടെ ഉള്ളത് സാധാരണ മുനിയറകളും അതേപോലുള്ള മെഗാലിത്തിക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. പക്ഷെ അതും അതേ തരത്തിൽ തന്നെ ഈ പ്രാധാന്യത്തോടു കൂടി നമുക്ക് സൂക്ഷിക്കുകയും അതെല്ലാം തന്നെ മാർക്കറ്റ് ചെയ്യുകയും വേണം. മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് വരുമാനം കിട്ടുന്നത് എന്ന് ആൾക്കാർ ചോദിച്ചാൽ അത് നമുക്ക് ഉത്തരം പറയാനുണ്ടായില്ല. അപ്പോൾ ഒന്ന് നമ്മുടെ സംസ്കാരത്തിൻ്റെ അവശിഷ്ടമാണ്, ഭാഗമാണ്, അത് അതേപോലെ സൂക്ഷിക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ ഇതെല്ലാം തന്നെ ഇപ്പം നമ്മുടെ ശ്രീലങ്ക വളരെ വികസിച്ച രാഷ്ട്രമല്ല, പക്ഷെ അവർ ബുദ്ധിസ്റ്റ് ഹെറിറ്റേജ് എത്ര മനോഹരമായിട്ടാണ് അവർ പ്രിസർവ് ചെയ്യുന്നതും അവർ മാർക്കറ്റ് ചെയ്യുന്നതും. അതേപോലെ ഈജിപ്റ്റ്, നമ്മുടെ വരുമാനത്തിൻ്റെ 6% മാത്രമേ, GDP 6% മാത്രമേ നമുക്ക് ടൂറിസത്തിൽ നിന്ന് കിട്ടുന്നുള്ളൂ. പക്ഷേ ഈജിപ്റ്റ് പോലുള്ള ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രി, ഇന്ത്യയേക്കാൾ എത്രയോ പിറകിലാണ്. അവർ 8-9% അവരുടേത് ഈ ടൂറിസത്തിൽ നിന്നാണ്. എന്തുകൊണ്ട് അവർക്ക് സാധിക്കുന്നു? അത് വളരെ മനോഹരമായിട്ട് അവരിതെല്ലാം തന്നെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് ലോകത്തിന് മുമ്പിൽ വെക്കുന്നുണ്ട്. അതേപോലുള്ളൊരു രീതിയായിരുന്നു നമ്മളും ചെയ്യേണ്ടത്. അത് ഏത് ഗവൺമെൻറ് വന്നാലും, ഞാൻ BJP ഗവൺമെൻറ്റിനെ തന്നെ ഞാൻ വിമർശിക്കാറുണ്ട്, BJPക്കാരെയും RSSകാരെയും വിമർശിക്കാറുണ്ട്. വേണ്ട മാറ്റങ്ങൾ വരാൻ കഴിയുന്നില്ല. ഇപ്പം ബട്ടേശ്വരിൽ തന്നെ ഇപ്പം ഒരു വർക്കും നടക്കുന്നില്ല. ഞാൻ ബട്ടേശ്വരിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്, അവിടെ ഒരു വർക്കും നടക്കുന്നില്ല. ഇതൊക്കെ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ചെയ്യാൻ കഴിയുന്നതായിരുന്നു. പിന്നീട് എനിക്കൊരു സഹായം കിട്ടിയത് അവിടെയുള്ള ക്ഷേത്രങ്ങൾ പുനരുദ്ധാരത്തിന് ഒരു സഹായം കിട്ടി ഇൻഫോസിസിൽ നിന്നാണ്. വസുധാ നാരായൺ മൂർത്തി അവർ വന്നു, അവർ കണ്ടു, അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ 3 കോടി
75 ലക്ഷം രൂപ അതിനു വേണ്ടി തന്നു. അതുകൊണ്ട് അവർ തന്ന ആ പ്രധാനപ്പെട്ട ക്ഷേത്രവുമായിട്ട് ചുറ്റുപാടും മാത്രമല്ല, അതിൽ നിന്ന് 2 കോടി കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ബാക്കിയുള്ള 1.75 കോടി കൊണ്ട് എക്സ്ട്രാ മോണ്യുമെന്റ് ഒരു 10 ക്ഷേത്രങ്ങൾ കൂടി ഞങ്ങൾക്ക് ഇതേപോലെ തന്നെ രണ്ടാമത് റീകൺസ്ട്രക്ട് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഇതേപോലുള്ള വർക്കുകളാണ് വേണ്ടത്. അതിന് ഗവൺമെന്റ് സഹായം വേണം. വെറും ഗൗരവശാലി ഇതിഹാസം, നമുക്ക് വലിയ സംസ്കാരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു നടന്നതുകൊണ്ടോ അതുകൊണ്ട് വീമ്പിളക്കിയത് കൊണ്ടോ അത് മാത്രമേ ഇന്ന് നടക്കുന്നുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കീലാടി എങ്ങനെയാണ് തമിഴ്നാട്? കീഴടി അതേപോലെ വളരെ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. പക്ഷേ അതിനെ അവർ പറയുന്നത് പോലെ അതെ 6th century BC വരെ പോകുന്ന ഒരു വലിയ കണ്ടുപിടുത്തമാണ്, മനോഹരമായിട്ടുള്ള കണ്ടുപിടുത്തമാണ്. അതിനെ കുറഞ്ഞു കാണിക്കാൻ വേണ്ടി ശ്രമിക്കരുത്, പക്ഷേ അതിനെ എക്സാജറേറ്റ് ചെയ്യാൻ വേണ്ടിയും ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് 6th century അത് ഹരപ്പയുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ശ്രമം, അത് ഹരപ്പ എന്ന് പറഞ്ഞാൽ 3000 BC-യിലാണ്. അപ്പം ഈ 2400 പിന്നെ കൊല്ലങ്ങളുടെ വിടവ് 1400 കൊല്ലങ്ങളുടെ വിടവ് അവർ എങ്ങനെയാണ് നികത്താൻ പോകുന്നത്? ഡിവൈൻ ലാംഗ്വേജ് പോലെ. അതെ 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 ഡിവൈൻ കീലടി. അതെ അതെ അതെ. ഈ ശങ്കാലിയ സാറ് ഡോയൻ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി എന്നാ പറയുന്നത്. പക്ഷെ അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതിയത് രാമായണ എ മിത്ത്, അത് വായിച്ചിട്ട് എന്ത് തോന്നി? അത് അദ്ദേഹത്തിൻ്റെത് അതിൻ്റെ അന്നത്തെ ജിയോഗ്രഫി, അത് ജിയോഗ്രഫിക്കൽ സ്റ്റഡീസ് ആണ് നടത്തിയിട്ടുള്ളത്. ആ ഒരു ആർക്കിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈത്തോളജിയുടെ ഭാഗത്തെ എടുക്കുമെങ്കിലും അതിൽ പറയുന്ന മൈത്തോളജി മുഴുവനും ശരിയാണെന്ന് ഒരു ആർക്കിയോളജിസ്റ്റ് പറയില്ല. ഫോർ എക്സാമ്പിൾ മഹാഭാരതത്തിൻ്റെ ആദ്യത്തെ വെർഷൻ അത് വെറും 8000 ലൈൻസ് മാത്രമേ ഉണ്ടായിരുന്നു, ശ്ലോകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് 24,000 ആയിട്ട് മാറി. പിന്നീട് ഇന്നുള്ള മഹാഭാരതം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അന്ന് ആദ്യത്തേന് ജയ എന്നായിരുന്നു പേര്, രണ്ടാമത്തേതിന് ഭാരത് എന്നായിരുന്നു പേര്. ഇന്നുള്ളത് 1,00,000-ലധികം ശ്ലോകങ്ങളുണ്ട്. അത് മഹാഭാരതമായിട്ട് മാറി. അപ്പോൾ ഇത് എല്ലാം റിവിഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ആർക്കിയോളജിസ്റ്റ് എന്ന നിലയ്ക്ക്. വിശ്വാസി അത് അംഗീകരിക്കില്ല, പക്ഷെ ഒരു ആർക്കിയോളജിസ്റ്റ് അത് അംഗീകരിക്കാതെ തരമില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ തീരുമാനങ്ങളിൽ വന്ന് എത്തിച്ചേർന്നത്. ഈ ആര്യൻ മൈഗ്രേഷൻ തിയറിയെ പറ്റി എന്ത് പറയണം? നമ്മൾ പണ്ടൊക്കെ നമ്മളെല്ലാം കൂടി പഠിച്ചിരുന്നത് ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്ന് വന്നവരാണ് എന്നുള്ളതായിരുന്നു. പക്ഷെ ഇത് പറഞ്ഞിരുന്ന ആളുകളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല, കാരണം അവർ ചില കാര്യങ്ങൾ നോക്കിയിട്ടായിരുന്നു അവർ ആ തീരുമാനത്തിൽ എത്തിയിരുന്നത്. ഭാഷയിലുള്ള ഫൈലോളജിക്കലായിട്ടുള്ള ചില വാക്യങ്ങൾ നമ്മൾ ബ്രദർ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാൽ അത് BROTER ബ്രോട്ടർ എന്ന് ജർമ്മനിയിലും ബ്രാട്ടർ എന്ന് ലാറ്റിനിലും, അത് ബ്രാതർ എന്ന് സംസ്കൃതത്തിൽ പറയും. ഫാദർ, മദർ, അതെ മദർ, പിത, അത് ലാറ്റിനിൽ പോവുകയാണെങ്കിൽ പീറ്റർ ആവും, പിത എന്നുള്ള പീറ്റർ ആവും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മുഴുവനും മിഷണറീസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അന്നുള്ള നോളജിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചില തീരുമാനങ്ങളിലെത്തി. ഇന്ന് നമുക്ക് DNA ടെസ്റ്റുകൾ വരുന്നുണ്ട്. ആ DNA ടെസ്റ്റുകൾ വരുന്നത് പറയുന്നത് ഇപ്പം നമ്മുടെ പല സ്ഥലങ്ങളിലും രാഖിഗഡിയിലുള്ള DNA ടെസ്റ്റ് അത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചിന്താഗതി തിരുത്താൻ നമ്മൾ തയ്യാറാകണം. അല്ല ഇതിനേക്കാൾ വലിയ കണ്ടുപിടുത്തം വന്ന് അല്ല അവർ പുറത്തുനിന്ന് വന്നവരാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് നമ്മുടെ ചിന്താഗതി മാറ്റാൻ കഴിയണം. പക്ഷെ നമ്മൾ എന്തിന് കടുംപിടുത്തം പിടിക്കണം? പുറത്തുനിന്ന് വന്നാലും അകത്തുനിന്ന് വന്നാലും എല്ലാം ഒന്നാണ് എന്ന് മനസ്സിലാക്കാനുള്ള ആ വിശാല മനസ്സിൽ നമുക്കുണ്ടാവണം. എന്നാലും താങ്കൾ കേരളത്തിന് വെളിയിൽ വർക്ക് ചെയ്ത് കേരളീയർക്ക് നഷ്ടമായി പോയി. അല്ല, ഞാൻ പലപ്പോഴും ശ്രമിച്ചിരുന്നു കേരളത്തിനുള്ളിലേക്ക് വന്ന് കേരളത്തിൽ കുറച്ച് വർക്ക് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഞാൻ നല്ല വർക്കറായിട്ടാണ് എന്നെ പൊതുവെ കണ്ടത്. അതുകൊണ്ട് ചരിത്ര സ്മാരകങ്ങൾ ഏറ്റവും അധികമുള്ളത് നോർത്ത് ഇന്ത്യയിലാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് അവിടെ തന്നെ വർക്ക് ചെയ്യണമെന്ന്. അല്ല, നമ്മുടെ സംസ്ഥാനത്ത് ആർക്കിയോളജിയിൽ ഡിഗ്രി ഇല്ലാത്തവരാണ് ആർക്കിയോളജി ഡയറക്ടർ. അതാണ് ഏറ്റവും വലിയ ട്രാജഡി. അതാണ് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അതെ 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 അതെ. എവിടെ എക്സ്കവേറ്റ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അറിയില്ല. എന്തെങ്കിലും പോസിറ്റീവായിട്ട് നമ്മൾ ശുപാർശയോ റിക്വസ്റ്റോ ചെയ്താൽ അത് ടേൺ ഡൗൺ ചെയ്യാണ്. അതാണ് ബുദ്ധിമുട്ട്. അതാണ് ബിക്കോസ് ദേ ആർ അഡ്മിനിസ്ട്രേറ്റീവ്ലി സുപ്പീരിയർ. അതെ അതെ. ബട്ട് ആർക്കിയോളജിക്കലി സീറോ. അത് സീറോ ആണ്. ദാറ്റ്സ് എ ട്രാജഡി. അതെ 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 അതെ. അപ്പൊ ശങ്കാലിയെ പറഞ്ഞ ഒപ്പീനിയനാണ് കറക്റ്റ് ആയിട്ട് നിൽക്കണേ. നമ്മുടെ ഇവിടെ എക്സ്കവേഷൻ നടക്കാത്തതുകൊണ്ട് കേരളത്തിന്റെ പല കാര്യങ്ങളും നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. അതെ അതെ അതെ. ഈവൻ ഇപ്പൊ കേരള ഹിസ്റ്ററി ഒക്കെ പഠിപ്പിച്ചു തുടങ്ങിയിട്ട്
50 വർഷമായി. അതെ. എന്നിട്ടും കേരളത്തിന്റെ പ്രീ ഹിസ്റ്ററി വിശദമായിട്ട് പറയാനോ പഠിപ്പിക്കാനോ പറ്റാത്ത വിധമാണ് കാര്യങ്ങളുടെ കിടപ്പ്. ശരിയാണ്. കീലാടി പോലെ ഒരു അന്വേഷണം കേരളത്തിൽ നടന്നിട്ടില്ല. അതെ. ഇതൊക്കെ നടത്തേണ്ടതായിരുന്നു. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള നമ്മൾ വിശാല ഹൃദയരായിട്ടുള്ള മിനിസ്റ്റേഴ്സ് ഇതിന് ആവശ്യമാണ്. അതേപോലുള്ള ഡൈനാമിക് ഗവൺമെന്റ് ഓഫീസേഴ്സും ആവശ്യമാണ്. ഇത് രണ്ടും കോമ്പിനേഷൻ. ഞങ്ങൾക്ക് ഡൽഹിയിൽ ഉണ്ടായിരുന്ന കാലത്ത് ജഗ്മോഹൻ എന്ന് പറയുന്ന ഒരു മിനിസ്റ്റർ, ഗവർണറായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഞങ്ങളുടെ മിനിസ്റ്ററായിട്ട് വരികയുണ്ടായിരുന്നു പിന്നീട്. അപ്പം ആ കാലത്താണ് ഈ വളർച്ചകൾ വളരെ ഉണ്ടായത്. അതേപോലുള്ള ആളുകൾ ഈ വിഷയത്തിലേക്ക് എൻ്റെ മിനിസ്റ്ററായിട്ട് കൊണ്ടുവരുന്ന വിധത്തിൽ ടൂറിസം ആൻഡ് കൾച്ചർ എന്നൊരു രണ്ടും ഒരേ മിനിസ്ട്രിയുടെ കീഴിൽ കൊണ്ടുവന്നിട്ട് ഇതേപോലുള്ള അതുപോലുള്ള കമ്മിറ്റ്മെൻറ്റുള്ള ആളുകളെ തലപ്പത്ത് വന്നാൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റും നടക്കുന്നത് പോലെ നടക്കും. അതാണ് ഏറ്റവും വലിയ ഗതികേട്. അപ്പോൾ ഇനിയും കൂടുതൽ ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും നമുക്ക് പലതും കണ്ടെത്താനുണ്ട്. കേരളം വാസ്തവത്തിൽ ആർക്കിയോളജിക്കൽ മാപ്പിലെ വലിയ അഡ്വാൻസ്മെന്റ് ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പൊ അതിന് താങ്കളും കൂടി സഹായിച്ചാൽ ഒരു പക്ഷേ നമ്മൾ അതിൽ വിജയിക്കും. തീർച്ചയായിട്ടും. ഏതായാലും ജനം ടി വിക്ക് വേണ്ടി ഇത്രയും സമയം അനുവദിച്ചതിന് നന്ദി. പുതുവർഷത്തിൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഡെഡിക്കേറ്റഡ് വർക്ക്. കേരളം താങ്കളെ നഷ്ടപ്പെട്ടു പണ്ട്. 90 മുതൽ പോയി. ഈ 35 വർഷമായിട്ട് താങ്കൾ കേരളത്തിന് വെളിയിലായി പോയി. ആ 35 വർഷം കേരളത്തിലായിരുന്നെങ്കിൽ കേരളത്തിന്റെ ആർക്കിയോളജിക്കൽ മാപ്പ് എൻറ്റയർലി ഡിഫറെന്റ് ആകുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാം നന്ദി. താങ്ക് യു.